ഹലോ. അപ്പോൾ എന്താ ഞാൻ ചെയ്യുന്നതെന്നല്ലേ, ഞങ്ങളുടെ കുടുംബശ്രീയിൽ ഞങ്ങളൊരു ഓണ ഫണ്ട് തുടങ്ങിയിട്ട് ഒരു 5-6 മാസമായി കേട്ടോ. ഒരു നിശ്ചിത എമൗണ്ട് എന്നൊന്നും കണക്കില്ല. അവനവൻ്റെ കയ്യിൽ എത്ര രൂപയാണുള്ളതെങ്കിൽ അത് ആഴ്ചയിൽ കൊടുന്ന് അടയ്ക്കുക കേട്ടോ. 30, 40, 50, 100 അങ്ങനെയൊക്കെ എത്ര വേണ്ടിച്ചാൽ അവനവൻ അടയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ ഓണാകുമ്പോഴേക്കും ഒരു തുക അവരുടെ കയ്യിൽ കിട്ടുമല്ലോ. ഒരു നിശ്ചിത എമൗണ്ട് എന്ന രീതിയിൽ ഞങ്ങൾ വെക്കാതെയാണ്, കാരണം എല്ലാവരുടെ കയ്യിൽ അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ കിട്ടുന്നത് എത്ര വെച്ചാൽ അത് കൊടുന്ന് അടയ്ക്കുക. ഇവിടെ പല രീതിയിലുള്ള ഓണ ഫണ്ട് ഉണ്ട്, ഒരു നിശ്ചിത തുക ഈടാക്കിയിട്ടുള്ള ഓണ ഫണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളെ കുടുംബശ്രീയിൽ അങ്ങനെയല്ല, അവനെൻ്റെ കയ്യിലുള്ളത് ഏതാച്ചാൽ അങ്ങനെ ഞങ്ങൾ അവരടച്ചിട്ടുള്ള തുക ഒക്കെ കണക്കാക്കിയിട്ട് ഇന്ന് ഞാൻ അവർക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഓണാവാറായാലേ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറായാലോ, അറ്റ്ലീസ്റ്റ് ഒരു എന്തെങ്കിലും പച്ചക്കറിയെങ്കിലും വാങ്ങിക്കാമല്ലോ അല്ലേ അവർക്ക്. അങ്ങനെ ഓരോരുത്തരായിട്ട് 10, 40, 30, 50 ഒക്കെ ആയിട്ട് അടച്ചിട്ട് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ 1400, 1300 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഞാൻ അവരൊക്കെ തിട്ടപ്പെടുത്തിയിട്ട് ഓരോരുത്തർക്കായിട്ട് ഇന്ന് കൊടുക്കുകയാണ്. കൊടുത്തു വന്നതിന് ശേഷം കേട്ടോ ഞാൻ ഈ വോയിസ് ഇടുന്നത്. ഓരോരുത്തർക്കും അവരുടെ കയ്യിലേക്ക് എമൗണ്ട് കിട്ടിയപ്പോൾ അവർക്കൊരു പ്രത്യേക സന്തോഷം കേട്ടോ. കുറച്ച് എമൗണ്ട് ആണെങ്കിലും ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ, നമ്മളെ കയ്യിൽ വെച്ചാൽ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അവിടെയും ഓണ ഫണ്ടുകളുണ്ടോ, ഏതൊക്കെ രീതിയിലുള്ള ഓണ ഫണ്ടുകളാണെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധിക്കാൻ അവർ കൂട്ടിയതാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവർക്കും ബൈ.